116ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 116. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു.
ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ. പിതാവേ, സ്വർഗ്ഗസ്ഥ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് സന്നിധിയിലേക്ക് ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. സാധിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏവരെയും കർത്താവ് സന്ദർശിക്കണം. ഏവർക്കും വേണ്ട വിടുതൽ കർത്താവിൻ്റെ മക്കളുണ്ടല്ലോ. ഇതൊക്കെയും ആരാധനയുടെ പ്രതിഫലം ഭാവിച്ചെടുക്കുവാൻ ഇടവരുമാറാകേണ്ട കർത്താവ് അവർക്ക് കരങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ താഴ്ത്തുന്നത് വായിച്ച സങ്കീർത്തനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാണപുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കർത്താവ് നൽകി തരുന്ന ദൈവമാണ്. ഇന്നുവരെയും ഞങ്ങളെ സൂക്ഷിച്ച ദൈവം, പ്രാണന്റെ വീട്ടിൽ സമാധാനത്തിലാക്കിയ ദൈവം, ഞങ്ങളെ കരുതി കാത്തുകൊണ്ടു പോകുന്ന ദൈവമായിരിക്കുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിലായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ദൂതുകൾ, ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ആലോചനകളൊക്കെയും സ്വർഗത്തുണ്ട് നിങ്ങൾക്ക് ചേരുമാറാണ്. അവയെ അനുഗ്രഹിക്കണമേ. നമ്മൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കിരിക്കാം. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യമാനവനു, ഭക്തരിൽ വാത്സല്യമാനവനു, വാഴ്ത്തുക നീ മനമേ, എൻ വരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ വരനെ വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നമസ്കാരമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. നമുക്ക് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ കടന്നു പോകുന്ന ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ മുമ്പാകെ അഴിഞ്ഞു പോകുന്നില്ല. നാളെ ഈ ദിവസങ്ങളെല്ലാം ന്യായവിധി ദിവസത്തിൽ കർത്താവ് അത്
വീണ്ടും കാണിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. വചനം പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഒക്കെയാണ് കർത്താവ് ന്യായവിധിക്കൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന്. നമുക്ക് എത്ര വയസ്സുണ്ട്? നമുക്ക് ചെറിയൊരു കാലഘട്ടം മാത്രം, 10-70 സംവത്സരം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ 80 അങ്ങനെ ഒരു ചുരുങ്ങിയ കാലഘട്ടം. പക്ഷേ ഈ കാലഘട്ടം അത് കഴിഞ്ഞ് നമ്മളിത് അവസാനിച്ചു എന്ന് വിചാരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗ്യത അവസാനിക്കുന്നില്ല. സഭാപ്രസംഗ പുസ്തകം പറയുന്നത് കഴിഞ്ഞു പോയതിനെ അവൻ അന്വേഷിക്കും. ന്യായവിധി ദിവസത്തിങ്കൽ നമ്മുടെ പ്രവൃത്തികൾ കർത്താവ് നമ്മുടെ മുൻപാകെ കൊണ്ടുവന്ന് കാണിക്കും. ആ കാണിക്കുന്ന സമയത്ത് ഇന്ന് ഈ കാണുന്ന സകല സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ മുമ്പാകെ കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, അത് സാഹചര്യം തെളിവടക്കം ഇന്നത്തെ അതേ രൂപം ഫിലിമിലെടുത്ത് കാണിക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് അതേ നിലയിൽ തന്നെ അന്ന് കാണിക്കും. അങ്ങനെ നമുക്ക് ബോധ്യം വരുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. പിന്നെ കർത്താവ് യൂദായുടെ ലേഖനം 15-ാം വാക്യമായി, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ആയിരം വിശുദ്ധന്മാരുമായി കർത്താവായ യേശു ലോകത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഓരോരുത്തരെ ന്യായം വിധിക്കുമ്പോൾ ഞാൻ എന്താ കർത്താവ് ചെയ്ത് എന്ന് ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ചെയ്യും, നീ അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. പിന്നെന്താ, അന്നുണ്ടായ സംഭവം അങ്ങനെ തന്നെ കൊണ്ടുവരും. ദാവീദ് തെറ്റ് ചെയ്തെങ്കിൽ ദാവീദ് ഞാൻ എന്താ ചെയ്തത് കർത്താവ് ചോദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടുവരും? ഈ പറയുന്ന ഊരിയാവിനെ ഭാര്യയെ ഊരിയാവിനെ കൊല്ലുന്നത്, ഇത് മുഴുവനും സാഹചര്യം അടക്കം ദൈവം അവിടെ കൊണ്ടുവരും. അത് കർത്താവ് മാത്രമല്ല, കർത്താവിനോടെ 1000 വിശുദ്ധന്മാർ വരും, ദൈവസഭയുണ്ടാകും. അത് കാണിച്ചതിന് ശേഷം മാത്രമേ, അത് കാണിച്ചതിന് ശേഷം അവന് ബോധ്യമാവും. അതിന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ശരിയാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നതാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണെന്ന് മഹത്വം മുഴുവൻ കർത്താവിന് കൊടുക്കും. നീ നീതിമാനാണ്, നീ ന്യായം വിധിക്കാൻ യോഗ്യനാണ്, ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് പറയുമ്പോൾ ന്യായവിധി തീർന്നു. ആ സമയത്താണ് ഇത് പിരിച്ചുവിടുന്നത്. ഏതാ? തലമുറ അഴിച്ചുവിടുന്നു. അതുവരെ ഈ തലമുറയൊന്നും അഴിഞ്ഞു പോവില്ല, ഒരു തലമുറ അഴിഞ്ഞു പോവില്ല. എന്നാൽ ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട, കേൾക്കണ്ട. എന്നാൽ തലമുറയെ അഴിക്കാൻ നാളെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു തലമുറ ഇല്ലാതാക്കാൻ ഇന്ന് ദൈവസഭയ്ക്ക് കഴിയും. അതെങ്ങനെ? അതിനാണ് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൽ ആശ്രയിച്ച് തങ്ങൾ ചെയ്തു പോയിട്ടുള്ളതും തങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ ദൈവവും ഭാഗം ഏറ്റുപറഞ്ഞ് കർത്താവിനെ ക്ഷമിച്ച് അതിന് ക്രമീകരണം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തലമുറ ഉണ്ടാവില്ല. അതാണ് ദൈവസഭയുടെ പ്രാബല്യം. മനസ്സിലായല്ലോ? അപ്പോൾ നിശ്ചയമായിട്ടും ഇതിനൊരു ദിവസമുണ്ട്, കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഇതൊക്കെയും പൂർണ്ണമായിട്ടും വെളിപ്പെടുന്ന ദിവസം. അതിലൊരു ഭാഗമാണ് മനുഷ്യന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങൾ വരെ അന്ന് കൊണ്ടുവരും. പുറമേയുള്ള പരസ്യങ്ങളാണ് ആദ്യത്തെ ന്യായവിധിക്ക് വന്നത്. അത് കഴിഞ്ഞ് രഹസ്യങ്ങൾ ഹൃദയത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യൻ പുറമേ പറയുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതും പോലെ തന്നെ ഹൃദയം കൊണ്ട് സംസാരിക്കും, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കും, ഹൃദയം കൊണ്ട് അനുഭവിക്കും. ഈ പുറമേ ഉള്ളതുപോലെ തന്നെ ആ അനുഭവവും അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവന്നു കഴിഞ്ഞ് തെറ്റ് ബോധ്യപ്പെടുത്തണം. അതിൻ്റെ നമ്മൾ വായിച്ചത് എന്താ? അവർ അഭക്തിയോടെ ചെയ്ത
ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും, പിന്നെ ഭക്തിവിരുദ്ധമായിട്ടുള്ള വാക്കുകൾ നിമിത്തം. രണ്ട് കാര്യങ്ങളാണ് ന്യായം. ഒന്ന് പ്രവൃത്തികളും, രണ്ട് വാക്കുകളും. ഇത് രണ്ടിനും ന്യായം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തലമുറ അന്വേഷിക്കില്ല. അന്ന് ഇത് അഴിച്ചുവിടും. ഇത് അഴിച്ചുവിടും, ഈ തലമുറ മുഴുവൻ അഴിച്ചുവിടും. ഈ തലമുറയെ പിന്നെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നമ്മെ കാത്തത്, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തത്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ വന്ന പിഴവുകളും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറ്റങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. ആരാധനയിൽ കൂടി ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ ദൈവത്തോട് കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കാനുള്ള പ്രാഗൽഭ്യത്തിനായിട്ട് ദൈവാത്മാവിന്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ആരാധനയെക്കുറിച്ച് ധാരാളം വശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു വശം പുതിയതായിട്ട് ഗ്രഹിക്കാതെ ഇരുന്നിട്ടില്ല. കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ നാമും തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ ആരും പ്രത്യക്ഷപ്പെടും? നാമം പ്രത്യക്ഷപ്പെടും. അവിടെ ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് ആരാണ് അങ്ങനെ നാം എന്ന് പറയുന്നത്? ആരാണെന്ന് നാം എന്ന് പറയുന്നത് അവിടെ ആരാ? അവിടെ അതിൻ്റെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നു. അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രമാണ് ക്രിസ്തുവിൻ്റെ ആ വരവിൽ പ്രയോജനം. ആർക്കാണ്? ക്രിസ്തു ആർക്ക് ജീവനായിട്ടുണ്ടോ അവർ. മനുഷ്യന് ജീവൻ രണ്ടു വശമുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ ജീവൻ, അതെവിടെ കൊള്ളുന്നു? അത് രക്തത്തിൽ നിലകൊള്ളും. അത് രക്തത്തിൽ കൂടി കൊള്ളും ശരീരത്തിൻ്റെ ജീവൻ. എന്നാൽ വേറൊരു ജീവനുണ്ട്, ആത്മാവിൻ്റെ ജീവൻ. ആ ആത്മാവിൻ്റെ ജീവൻ അത് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടതാണ്. എങ്ങനെ നഷ്ടപ്പെട്ടു? അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരാലും. അത് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് അതിന് ജീവൻ തന്നു. ആ ജീവൻ ഏതാ? അതാണ് ക്രിസ്തു നമുക്ക് തന്നത്. അപ്പം ക്രിസ്തു നമുക്ക് തന്നത്, നമ്മുടെ പ്രാണന് ജീവൻ എന്ന് ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ലോകത്തിലേക്ക് കർത്താവ് വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ് വരുന്നത്? പ്രാണന് ക്രിസ്തു ജീവനായിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ക്രിസ്തു ജീവനായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ക്രിസ്തു ജീവനായിട്ടുള്ളവരാ എന്ന് നമുക്ക് ചിന്തിക്കാം. അതെല്ലാം ജീവനുണ്ടോ? ജീവനുണ്ട്. ക്രിസ്തുവിനെ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ശരിയാ. പക്ഷെ അതൊക്കെ ശോധനയെങ്കിൽ നഷ്ടപ്പെട്ടു പോവാം. പാപത്തിൽ വീണ്ടും ഏതെങ്കിലും കണി വെച്ച്, ദുഷ്ടൻ ഏതെങ്കിലും കണി വെച്ച് അബദ്ധത്തിൽ വീഴിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ നഷ്ടപ്പെട്ടു പോകാത്തൊരു സന്ദർഭം വരണം. അതേത് സന്ദർഭമാണ്? ആ സമയം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിച്ചതിന് ശേഷം അവനെ ദൈവം നടത്തിക്കൊണ്ടുപോയി, കനാൻ ദേശത്ത് കൊണ്ടുപോയി. ഈ വഴികളിലെല്ലാം നടത്തിയതിന് ശേഷം അപ്പോഴെല്ലാം പ്രാണൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ കൽപ്പന പ്രകാരം മകനെ യാഗം കഴിക്കാനായിട്ട് ഒരുങ്ങി. ദൈവം സംബന്ധിച്ച് യാഗം കഴിക്കുമെന്ന് ഒരുങ്ങി. ആ സമയം മുതൽ അവന് ലഭിച്ച ജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. നഷ്ടപ്പെട്ടു പോകാത്ത ജീവൻ, അതായത് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, സഭയിൽ വന്നു, സ്നാനപ്പെട്ടു, സഭയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഒന്നും നമുക്ക് ഉറപ്പുള്ളതല്ല. കാരണം ഏതെങ്കിലും സന്ദർഭത്തിൽ സാത്താൻ കണി വെച്ച് അപകടത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. നഷ്ടപ്പെട്ടു പോകാത്തൊരു അവസ്ഥ വരും. അത് ഏത് അവസ്ഥയാണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തതാണ് നമ്മൾ. വിശ്വാസത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. 75-ാമത്തെ വയസ്സിൽ വിളിച്ചിട്ട് പിന്നെയും 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ഏത് പ്രവൃത്തി ചെയ്തത്? വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്തത്. ശരിക്ക് 75-ാമത്തെ വയസ്സ് മുതൽ ജീവനുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകാത്ത ജീവൻ കിട്ടിയപ്പോഴാണ്
നഷ്ടപ്പെട്ടു പോയത് ദൈവം കിട്ടിയത് 40 വർഷം കഴിഞ്ഞാൽ. അതായത് വിശ്വാസത്തിൽ പ്രവൃത്തി ചെയ്തപ്പോഴാണ് ആ പ്രാണൻ അവകാശമായി കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ പിഴവുകളിൽ നഷ്ടപ്പെട്ടു പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കിപ്പോൾ ജീവനിലൊന്നും പറയണ്ട, ജീവനുണ്ട്. പക്ഷെ ഏതെങ്കിലുമൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കണി വെച്ച് നമ്മെ പാവത്തിൽ വീഴ്ത്തി കഴിയുമ്പോൾ ആ ജീവനം പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരും പറയുന്നത്, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം, ദൈവം അവൻ എന്ത് കൊടുക്കും? പാപം ചെയ്യുമ്പോൾ എന്ത് നഷ്ടപ്പെടും എന്നുള്ളത് അറിയണമെങ്കിൽ 1 യോഹന്നാൻ 5:16 വായി. 1 യോഹന്നാൻ 5:16. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അപേക്ഷിക്കാം. കണ്ടാ, അപ്പൊ മരണത്തിനല്ല, പാപം ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എന്താ? ജീവൻ നഷ്ടപ്പെടും. പാപം ചെയ്താൽ ജീവൻ നഷ്ടപ്പെടും. അപ്പൊ വിശ്വാസത്തിലേക്ക് വന്ന് നമുക്കിതെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സന്തോഷമായിട്ട് പോവാം, കൂട്ടായ്മയിലും പോവാം. പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ പാപം വന്നു കഴിഞ്ഞാൽ വരും, ഈ വന്നിരിക്കുന്ന ജീവൻ എന്ത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത്, ദുഷ്ടൻ തന്റെ വീഴ്ചയിൽ നശിച്ചു പോകും, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. കാരണം ഒരിക്കലും ഇവൻ നഷ്ടപ്പെട്ടു പോകില്ലാത്തൊരവസ്ഥ നമുക്ക് കിട്ടും. അതെപ്പോഴാ? അതെ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യും. അപ്പൊ നമ്മൾ വന്നിട്ട് 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി, ഏത് വർഷമായിരുന്നാലും അന്ന് നമ്മൾ വന്നപ്പോൾ ആ വിശ്വാസത്തിന് നമുക്കൊരു അളവ് തന്നിട്ടുണ്ട്. ആ അളവ് അനുസരിച്ച് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തിയാക്കുന്ന സമയം മുതൽ നമുക്ക് ജീവൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാത്ത ജീവനാണ്. 7 പ്രാവശ്യം നമ്മൾ വീണാലും എഴുന്നേൽക്കും. കാരണം എന്താ? ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാ ആര് വരുന്നത്? ക്രിസ്തു പറഞ്ഞു. ക്രിസ്തു വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നു. ക്രിസ്തു ആർക്കെല്ലാം നഷ്ടപ്പെട്ടു പോകാത്ത ജീവനായിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ്. സാധാരണ നമ്മൾ പഠിക്കുന്നത് കർത്താവിനെ ഏറ്റു പറഞ്ഞു, വചനപ്രകാരം സ്നാനപ്പെട്ടു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, ജീവനെ പ്രാപിച്ചു, ആരാധന മുമ്പോട്ട് പോകുന്നു. എനിക്ക് ഞാൻ ഉറപ്പായിട്ടില്ല, ഉറപ്പല്ല. കാരണം ശോധന ചെയ്ത് നമ്മുടെ ജീവൻ, നിത്യജീവൻ നമുക്കുണ്ടായെന്ന് ഉറപ്പിക്കുന്ന ഒരു ഘട്ടം, അത് ഘട്ടം വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവനത് വിശ്വാസത്താലാണ് പ്രാപിക്കേണ്ടത്. ഒരു ദിവസം നമ്മളൊരു വാക്ക് പറയും. ഏത് വാക്കാണത്? നമ്മൾ പഠിക്കുന്നത് നോഹയെക്കുറിച്ച്. നോഹയോട്, ഇതാ ലോകം ഞാൻ വെള്ളത്താൽ നശിപ്പിക്കാൻ പോവാം, ആകാശത്ത് നിന്ന് വെള്ളം വീഴും, മഴ പെയ്യും, അതിനാൽ ലോകം ഞാൻ നശിപ്പിക്കും. അതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കി, ആ പെട്ടകത്തിൽ നീ രക്ഷപ്പെടണം എന്ന് പറയാനിടയായിട്ട്. അങ്ങനെ പറയാനിടയായി കിടന്നപ്പോൾ ഇന്ന് വരെയും മഴ കണ്ടിട്ടില്ല, ഇന്ന് വരെ. പക്ഷെ നോഹ അത് വിശ്വസിച്ചു, പെട്ടകം പെടും, അവൻ അതിൽ കൂടി രക്ഷപ്പെടാം. ഇതുപോലെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഒരാളാണെങ്കിൽ അവന് ഒന്നാമത്തെ ഒരു വിളിയുണ്ട്. ഏത് വിളിയാ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പ്രകടിപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഒറ്റ പ്രാവശ്യം അത് കിട്ടുള്ളൂ. വിശുദ്ധന്മാർക്ക് ഒറ്റ പ്രാവശ്യം, രണ്ടാമത് കിട്ടില്ല. പിന്നെ ആദ്യത്തെ വിശ്വാസമൊക്കെ അദ്ദേഹം ആദ്യം നല്ല പ്രകാശം എന്നാണ്. ഇപ്പൊ ഉണ്ട്, പക്ഷെ അത്രയും ഇല്ല എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി. ആദ്യത്തെ നില വിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലും ഒറ്റ പ്രാവശ്യം. അതൊരു ശ്രേഷ്ഠമായ പാത്രമാണ്. ഒരു പാത്രം കണ്ടുവച്ചിരിക്കുക. കൊശവൻ ആദ്യം ഒരു സാമ്പിൾ കൊണ്ട് കൊടുത്തു കൊശവൻ്റെ കയ്യിൽ, എനിക്കിത് ഇതുപോലത്തെ മൺകലം 100 എണ്ണം ഉണ്ടാക്കി തന്നെ നോക്കി, മോഡലൊക്കെ നോക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ച്. എന്നിട്ട് കൊശവൻ ചെറിയെടുത്ത് ഇടിച്ചു കുഴച്ച് ചക്രത്തിൽ വയ്ക്കുക. ചക്രം കറക്കി വിടും, അതങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ പാത്രം ഉണ്ടാക്കാനാണ്. ഇതുപോലെയാണ് ഒരു പാത്രം ആദ്യം ഉണ്ടാക്കി
ദൈവം അവിടെ വെച്ചിരിക്കുക. എവിടെ വെച്ചിരിക്കുന്ന എവിടെ? ഞാൻ സിയോനിൽ മൂലക്കല്ല് അടിസ്ഥാന കല്ലുമായിട്ടൊരു ഞാൻ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ. ആ പാത്രത്തിനോട് അനുബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചെളി എടുക്കുന്നത്. ചെളി കുഴച്ചതിന് ചെളി എടുത്ത് ചക്രത്തിൽ വയ്ക്കുമ്പോൾ കൊശവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏതാ? ഈ പാത്രം പോലെ ഉണ്ടാക്കാനാണ്. അതിങ്ങനെ അടിയിൽ നിന്ന് കൈ പിടിച്ച് കൊണ്ടുവന്ന് രൂപപ്പെട്ടി ഇതാ ഹൃദയത്തിലിരിക്കണം. വക്കിൻ്റെ അവിടെ വന്നപ്പോഴേക്കും ചെളി അങ്ങോട്ട് ഒഴിക്കും. അതിൻ്റെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. വീണ്ടും അതൊന്നോട് നോക്കി. പ്രാവശ്യം ചെയ്യുന്ന 1 2 വട്ടം ദൈവം അരളി ചെയ്യുന്നു. 2 3 വട്ടം ദൈവം പ്രവർത്തിക്കുന്നു. അരളി ചെയ്യുന്ന എത്ര പ്രാവശ്യം? 1 2 വട്ടം. 2 വട്ടം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അരളി ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അത് എന്താണ് ഈ 1 2 വട്ടം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചിന്തിക്കുന്നില്ല. 1 2 വട്ടം ദൈവം അരളി ചെയ്യുന്നു. പിന്നെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? 2 3 വട്ടം ദൈവം പ്രവർത്തിക്കും. യോബിന്റെ പുസ്തകത്തിലാണ്. അപ്പോൾ ഇതെല്ലാം 1 2 വട്ടം അരളി ചെയ്തു, 2 3 വട്ടം പറഞ്ഞിട്ടും സംഗതി ശരിയാകുന്നില്ല, വക്ക് ശരിയാകുന്നില്ല. ഒരിക്കലും ഈ പാത്രത്തോട് ഒത്തുണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ കുശവൻ എന്ത് ചെയ്തെന്നറിയാം? ഈ കുശവൻ അത് തന്നെ ഒതുക്കിയതിന് ശേഷം വേറൊരു ചെറിയ അതിൻ്റെ പകുതിയുള്ളൊരു പാത്രം, അത് ഈ ഉപയോഗത്തിനല്ല വേറെ ഉപയോഗത്തിന് എന്നാലും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. ഇതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പോരാട്ടം. ഒരു കാരണവശാലും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവർ അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ കാക്ഷിക്കുന്നു. ശാസ്ത്രയ്ക്ക് വരുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പദവിയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഞാൻ ആരെപ്പോലെ ആകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? സിയോനിൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാനക്കല്ലിൽ ഇട്ടിരിക്കുന്ന യേശു എന്ന് പറയുന്ന മനുഷ്യനെ അതേപോലെ തന്നെ ഇരിക്കും ഞാൻ. എങ്ങനെ ഇരിക്കുന്ന വചനം പറയുന്നത്? അതേ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുയേശു എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ഞാൻ ആയിത്തീരും. അതാണ് അതിവിശുദ്ധ വിശ്വാസം. അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രാവശ്യം കിട്ടും? ഒറ്റ പ്രാവശ്യം. ഇതിനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നോക്കിയിട്ട് പറ്റിയില്ല എങ്കിൽ അത് വേറൊരു പാത്രമാക്കി അവസാനം ചരടുകൊണ്ട് വെട്ടി അതങ്ങ് മാറ്റി വയ്ക്കും. അതാണ് ലോകത്തിൽ ദൈവം ഈ ലോകത്തിൽ നിന്ന് മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 അടയാളങ്ങളാണ്. ദൈവം ലോകത്ത് നിന്ന് മനുഷ്യനെ നോക്കുമ്പോൾ ഈ ദേശത്ത് നിന്ന് ദൈവത്തിനായിട്ട് ജനത്തെ വേർതിരിക്കണം. അവനെ നോക്കുമ്പോൾ അവനുള്ള 3 അടയാളങ്ങളാണ് പ്രധാനമായും. ഒന്ന്, മരണഭയം. മനുഷ്യർക്ക് ഉള്ള ഏറ്റവും വലിയ ലക്ഷണമാണ് ഏത് ഭയം? മരണഭയം ഉള്ളത്. എന്തുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്നത്? നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വേറെ കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെ വഴിയിൽ പോകുന്ന പിടിച്ചു പറിക്കാറുള്ള സ്ഥലത്തോടെ പോകാൻ മടി. കാരണം എൻ്റെ പോക്കറ്റിൽ പൈസയുണ്ട്, കുറേ രൂപ കിടക്കുന്നു. അതുകൊണ്ടാണ് എനിക്കതിൽ പോകാൻ മടി. അപ്പോൾ മരണത്തെ ഭയപ്പെടണമെങ്കിൽ എന്തുണ്ട്? എന്നോട് ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രാണനോട് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട്? നിത്യജീവൻ വാഗ്ദാനം ചെയ്തത്. ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു വന്ന. എന്തിനു വേണ്ടിയിട്ട്? നിത്യജീവന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഭൂലോകത്തിൽ വന്നു കഴിയുമ്പോൾ വന്നു പെട്ടിരിക്കുന്നത് എവിടെയാ? നിത്യജീവന്റെ വാഗ്ദാനം ലഭിച്ച പ്രാണൻ വന്നിരിക്കുന്നത് എവിടെയാ? അപ്പോൾ നമ്മൾ ഒരു മാതാപിതാക്കളുടെ ഒരു മക്കളായിട്ട് വന്ന് ജനിച്ചതാ, ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചതാ. അവർ ദൈവത്തെ അറിയുന്നവരല്ല, യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നവരല്ല. അവർ ഒരു തലമുറയിൽ വന്ന് നമ്മളെ ലഭിച്ചത്. നമ്മുടെ പ്രാണൻ ദൈവം മുൻകണ്ടിട്ടുള്ളതാ. അമ്മയുടെ ഗർഭത്തിൽ വന്ന് ഈ ശരീരത്തിൽ വന്ന് ജനിച്ചും പോയി. ജനിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചറിവാകുന്ന സമയത്താണ് കാര്യം മനസ്സിലായത്. പ്രാണനൊരു കാര്യം മനസ്സിലായി. പ്രാണനോട് കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നിത്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്ന് പെട്ടിരിക്കുന്ന ജഡ ഏതാ? പാപജടം. അപ്പൊ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം? മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണൻ അവിടെ പോകും.
പാതാളത്തിലേക്ക് പോകും. ആ ആ ആ ചിന്തയ്ക്കാണ് എന്ത് പറയുന്നത്? മരണം. ഇത് ദൈവം കണ്ടിട്ടുള്ള ജനത്തിന് മാത്രമുള്ളതാണ്, ശകലമാണ്. നമ്മൾ അവരുടെ ഇതൊക്കെ ശരിയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കും. ചെറിയ അറിയാവുന്ന അനേകം പേരുടെ ഒരു ചെറിയൊരു ചൊറി വന്നാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. ഒരാളെ എനിക്കറിയാം, അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. അവസാനം അത് നിരൂപിച്ചത് ക്യാൻസർ തന്നെയാണ്. അവനങ്ങ് തീരുമാനിക്കുക. പിന്നെ ഇല്ലാത്ത ഡോക്ടറെ അടുത്ത് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ എന്ത് കിടക്കുന്നുണ്ടാ? മരണഭയം കിടക്കും. അതുകൊണ്ട് ലോകത്ത് മരണഭയം ഇല്ലാത്തവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മരണഭയം ഇല്ലാത്തവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവന് ഇരുട്ടിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവന് വിശ്വസിക്കുന്നില്ല. ദുഷ്ടന്റെ കാര്യം പറയാം, അവനത് വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ഈ ഒരു അറിവ് കിടക്കുകയാണ്. പ്രാണനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ജീവനുണ്ട്. ഈ പുതിയ യെരൂശലേമിൽ നീ പോയി ഭൂമിയിൽ പോയി ഇത് പ്രാപിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കർത്താവുമായിട്ട് എവിടെ വസിക്കാം? സിയോനിൽ വസിക്കാമെന്ന് വാഗ്ദാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മരണഭയം ഇരിക്കാം. അപ്പോൾ ലോകത്തിൽ എവിടെയെന്നുള്ളത് ഈ മരണഭയമാണ് ദൈവം ഒരാളെ സന്ദർശിക്കാനുള്ള ഒരു കാരണം. രണ്ടാമതാണ് നിരപരാധിയുടെ ദുഃഖം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുന്നാൽ പ്രശ്നമില്ല. പക്ഷേ ദൈവം മുൻകണ്ടിട്ടുള്ള ഒരാൾ നോക്കുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യാതെ ഒരു ശിക്ഷ അനുഭവിച്ചാൽ അവന് സഹിക്കില്ല. തെറ്റില്ലാതെ ഒരു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ അതായത് ഈ ദൈവം മുൻകണ്ടിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം വന്ന് വിടുകയും ചെയ്യും തൻ്റെ ദൃഷ്ടിക്ക്. കാരണം തെറ്റ് ചെയ്യാതെ ഒരാൾ ശിക്ഷ അനുഭവിക്കുന്നു. ഒരിക്കലും ഒരാള് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവുക, അവർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ ദിവസം തൂക്കിക്കൊല്ലാൻ പോകാൻ റെഡിയായിട്ടിരിക്കുക, വിധിച്ചേക്കുക. അവര് പറഞ്ഞ് ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം അവരെ തൂക്കിക്കൊണ്ടതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യം വേറെ തെളിഞ്ഞത്. സത്യത്തിൽ അവരല്ല ചെയ്തത്. അങ്ങനെ ആ രാജ്യത്ത് നിന്ന് ഈ തൂക്കിക്കൊല്ലുന്ന ശിക്ഷ തന്നെ നീക്കിക്കളഞ്ഞു. അല്ല, ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, നിരപരാധിയുടെ ദുഃഖം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ആർക്ക്? ദൈവം മുൻകണ്ടിട്ടുള്ളവർ. അവിടെയാണ് ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, ഒരാളെ രക്ഷപ്പെടുത്താൻ. എങ്ങനെയെങ്കിലും ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ജീവിതത്തിൽ അവസാനം വരെയും ഇവന് പിടികിട്ടിയില്ല, മരണഭയത്തിന് കിട്ടിയില്ല. അവസാനം കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു. ആദ്യമൊക്കെ പരിഹസിച്ച് അവസാനം മരണത്തോടടുത്തപ്പോൾ ഇനി ആയുസ് ഇല്ല, താൻ അസ്തമിക്കാൻ പോവുകയാണെന്ന് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ യേശുവിനെ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരനെ ശാസിച്ചു, നീ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്ത തെറ്റിന് ശരിയായ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. ഇവനോ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ഒരു മനുഷ്യൻ്റെ ദൈവം ഒരാളെ കണ്ടുപിടിക്കുന്നതാണ്. എത്ര ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് തനിക്കുള്ളവരെ കണ്ടുപിടിക്കുന്ന വഴിയാണ്. അവനത് കണ്ടുപിടിച്ചിരിക്കും, ദൈവം അത് തെരഞ്ഞു പിടിച്ചിരിക്കും. ഇത് ഉള്ളവനെ ദൈവം നിശ്ചയമായിട്ട് തെരഞ്ഞു പിടിച്ചിരിക്കും. അതിൻ്റെ വഴികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട്, മുൻകണ്ടിട്ടുള്ള മനുഷ്യന്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി അനുഭവം നോക്കണം. അനുഭവം നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ കാര്യങ്ങൾ സ്പഷ്ടമാകും. ഈ 3 കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുകയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. അവൻ അതും അറിയാവുന്നു. നിരപരാധിയായിട്ട് കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞാൽ അവന് വരാനിരിക്കുന്ന രാജ്യത്വം അതും അറിയാം. എന്നെയും കൂടി ഓർത്തുകൊള്ളണം. ആരുണർന്നു? പ്രാണൻ ഉണർന്നു. ഇതിനു മുമ്പ് അവരൊന്നും സംസാരിച്ചിട്ടുള്ളതാ? ആരുമായിട്ട്?
ഈ പ്രാണനും ഈ കള്ളന്റെ പ്രാണനും കർത്താവുമായിട്ട് എന്ന് ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സംസാരിച്ചിട്ടുള്ളതാ. അതാണ് സ്തോത്രം. ഉറപ്പ് കൊടുത്തിട്ടുള്ളതാ. നമ്മുടെ പ്രാണനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഉറപ്പാണ് ഇന്ന് നമ്മെ ഈ വഴിയിൽ കൂടി കൊണ്ടുപോകുന്നത്. കർത്താവ് ഒറ്റ വാക്ക് കേട്ടേ ഉള്ളൂ. ഒറ്റ ഇവന്റെ ആ ശബ്ദം കേട്ട് അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, നീ ചെയ്ത് തെറ്റായി ഇന്നതായിപ്പോയി, ഇനി പാപം ചെയ്യുന്നത്, ഇതൊന്നും പറഞ്ഞില്ല. കാരണം കർത്താവിനറിയാം ഇത്രയും കാലം ഭൂമിയിൽ വന്നതിന് ശേഷം അവൻ ഇത്രയും കാലം ജീവിച്ചത് മുഴുവനും അവന്റെ ജീവിതത്തിൽ അവൻ മറന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൻ എന്നിലേക്ക് തിരിച്ചു പോവുകയില്ല. ദൈവം കർത്താവ് കണ്ടു കഴിഞ്ഞു. കർത്താവ് പറയാം, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. കാരണം ഈ വാക്യത്തിന് മുമ്പ് നമ്മൾ അവർ പറഞ്ഞതാണ് എന്ന് വരാം. ഓ ഹല്ലേലൂയ. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇവന്റെ പ്രാണനും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം ഇവിടെ വന്നതിന് ശേഷം മറന്നുപോയി. ഇവിടെ ചെന്നതിന് ശേഷം കർത്താവ് എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ മരണഭയം നോക്കി കിട്ടിയില്ല. ഇതിൽ കിട്ടി. ഏതിൽ കിട്ടി? നിരപരാധിയുടെ ദുഃഖം. ഒരു നിരപരാധിയുടെ ദുഃഖം. ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷ അനുഭവിക്കുന്നത് കാണുമ്പോൾ വചനം പറയുന്നതാ. നീ പോകുമ്പോ എന്താണെന്നറിയാമോ? ഒരു ദേശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വേറൊരു കാര്യം ചെയ്യണ്ട. പല തന്ത്രങ്ങളും സൂത്രങ്ങളും ഇതൊന്നും വേണ്ട. ഒരു കാര്യവും വേണ്ട. നീ ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. ക്രിസ്തു ആരാ? നമ്മൾ പറഞ്ഞില്ല, നിരപരാധി. എന്നാൽ അവനോ ഏറ്റവും വലിയ കഷ്ടത അനുഭവിച്ചത്. ഇത് രണ്ടും നീ പ്രസംഗിച്ചാൽ മതി, എനിക്കുള്ളവർക്ക് പോരും. ദൈവത്തിനുള്ളവർ പോരാനായിട്ട് വേറെ വിദ്യയൊന്നും പ്രയോഗിക്കണ്ട. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതിന് മരണഭയത്തിൽ ഇരിക്കുന്നവരുണ്ട്. നിരപരാധികൾ ഒരു കുഞ്ഞിനെ പോലും, കാരണം ഒരു ജീവി അങ്ങ് പോകുമ്പോൾ ആർക്കൊരു ഉപദ്രവം, ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് പോവുക, ഡ്രൈവ് ചെയ്യണത് ഇത് വല്ലാത്ത മനുഷ്യനാണ്. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും വഴിയിരിക്കണ ഒരു പട്ടി പോവുക. അത് വണ്ടി ഒന്ന് വെട്ടിച്ചാൽ മതി. ഒന്നങ്ങ് വെട്ടിച്ച് ഒരു രസം. കാരണം ആ പട്ടി അങ്ങ് ഇടിച്ച് അത് കഴിഞ്ഞാൽ പോയി. അതിനി അവിടെ കിടന്ന് എല്ലൊടിഞ്ഞ് അവിടെ കിടന്ന് പഴുത്ത് പൊഴുത്ത് അതിൻ്റെ ജീവിതം എങ്ങനെ, അതൊന്നും അവൻ പ്രശ്നമല്ല. പക്ഷെ കൂടെ ഇരുന്നവൻ ദൈവം കണ്ടിട്ടുള്ളവനാ. സ്വസ്ഥത ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കർത്താവ് അതിനും പറയുന്നത്, ഈ ലോകത്തിൽ, ഈ സകല ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വാർത്തയായി നമ്മുടെ ചെവിയിലെത്തും, നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഈ സമയത്ത് ദൈവത്തിന്റെ ജനം എന്തെടുക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്? ലോകത്ത് സോദോം ഗോമോറയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാൾതോറും അവിടെ വസിക്കുന്നവരുടെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞു പോയ ലോകത്തിനെ വിടുവിച്ചത്. അവന് സഹിക്കാൻ പറ്റുന്നില്ല. അത് ദൈവം പരീക്ഷിക്കുന്നതാ. ദൈവം അറിയുന്നതാ. ദൈവം പരീക്ഷിക്കില്ല. ദൈവം അവനെ ശോധന ചെയ്ത് അറിയുന്നതാ. എൻ്റെ വീട്ടിൽ വന്ന രണ്ട് വഴിയിൽ കിടക്കാൻ വന്നതാ. വഴിയിൽ രണ്ട് പുരുഷന്മാരിയ്ക്കുന്നു. ദൂതന്മാരാണെന്ന് അറിയുന്നില്ല. അവര് വഴിയിൽ കിടക്കാൻ വന്നതാണ്. നമുക്കത് മനസ്സിലാവില്ല പെട്ടെന്ന്. ഇവിടെ ഒന്നും അങ്ങനെ വഴിയിൽ നിന്ന് കിടക്കുന്നവരില്ല. നമ്മൾ ഈ വലിയ പട്ടണങ്ങളിൽ ബോംബെയിലൊക്കെ ചേർന്നു ആളുകൾ തിങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ എങ്ങനെ സ്ഥലമുണ്ടോ? ഉണ്ട്. ആളുകൾ തിങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തോട് പോകാം. കിടന്നു അവിടെ തന്നെ വിളിച്ചു കിടന്നുണ്ട്. ആളുകൾ വരുന്നവർ ചവിട്ടാതെ മാറി അങ്ങനെ
അങ്ങനെ ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെ വഴിയിൽ ഉറങ്ങാനായിട്ട് തയ്യാറായിട്ട് വന്ന പുരുഷന്മാരാണ്. അവരോട് ലോത്ത് പറഞ്ഞ്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കണ്ട. ഇല്ല, ഞങ്ങൾ ഇവിടെ കിടക്കണം. കാരണം ആ പട്ടണ നിവാസികളുടെ ദുഷ്ടത കണ്ട് അവിടെ കിടന്നോളാം. ഇല്ല, ഇവിടെ കിടക്കാൻ പാടില്ല, എൻ്റെ വീട്ടിൽ വരണം. നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യം അറിഞ്ഞ് എല്ലാവരും കൂടെ കൂടി ചുറ്റും കൂടി ഇവരെ ഉപദ്രവിക്കാനായിട്ട് എല്ലാവരും കൂടെ രാത്രി കൂടിയിരിക്കുക. ലോത്ത് പറയാ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, സഹോദരന്മാരെ, എൻ്റെ വീടിൻ്റെ നിഴലിൽ ഇതിനായിട്ടല്ലേ അവർ വന്നേ, ഒരാശ്വാസം കണ്ടെത്താൻ. അവരെന്ത് ചെയ്തു? വഴിയിൽ കിടന്നുറങ്ങാൻ പോയതാ. ഞാൻ വിളിച്ച് എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. അവരോടൊന്നും ചെയ്യല്ലേ. ഇനി നിങ്ങൾക്ക് ആ ചെയ്തേ പറ്റുമെങ്കിൽ പുരുഷൻ തൊടാത്ത 2 കന്യകമാർ എനിക്ക് മക്കളായി. എനിക്ക് 2 മക്കളുണ്ട്, അവരെ ഞാൻ പുറത്തേക്ക് ഇറക്കി കൊണ്ടുതരാം. ഇവരോടൊന്നും ചെയ്യല്ലേ. മതി, സ്വർഗം അത് കണക്കിട്ടു. സ്വർഗം ഇവന് ആ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കാൻ ആത്മീയ മണ്ഡലങ്ങളിൽ വാദം നടക്കുന്നുണ്ട്. ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ പെട്ട ഒരാളെക്കാൾ ഒട്ടും കൂടിയവനല്ല, ഒട്ടും പ്രത്യേകതയുള്ളവനല്ല ലോത്ത്. ഇതിൽ പെട്ടവനാണെന്ന് തന്നെ വാദിക്കുന്ന ഒരു ശക്തി ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അതിന്റെ മുമ്പാകെ ദൈവം തെളിയിക്കുക. വാക്ക് വീണു. അതാണ് ഒരു നമ്മുടെ സഭയിലുള്ള, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അതൊരു ചരിത്രമാണ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു സഹോദരൻ പോയതാണ്. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. ഇദ്ദേഹവും ഭാര്യയും കൂടെ കൂടി മകളെ വീട്ടിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ, നിന്ന് മരുന്ന് മേടിക്കാനായിട്ട് നിൽക്കുമ്പോൾ വാർഡിൽ കിടത്തിയിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും നിലവിളിക്കുന്ന, കൈയും കാലിട്ടടിക്കുന്ന പ്രായം, ജനിച്ചിട്ട് 2 മണിക്കൂറുകൾ ആയിട്ടുള്ളൂ. ഇദ്ദേഹം ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ മുഖത്ത് തലയണയിരിക്കും. ജനിച്ച കുഞ്ഞാ നോക്കണം. ഇദ്ദേഹം പെട്ടെന്ന് ചെന്ന് പറഞ്ഞ്, ആ കൊച്ചിന്റെ പുറത്ത് തലയണയിരിക്കുന്നു, അറിയാതെ എങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഒന്ന് എല്ലാവരും കുറച്ച് ഉണ്ടാക്കിയപ്പോഴത്തേക്കും തള്ള മാറ്റി വെച്ച്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം നോക്കുമ്പോൾ ഇതേതോ ഇത് കാണാതെ വേണം വീണ്ടും ഈ തലയണ വെച്ചത്. ഇതിനെ കൊല്ലാനാ. ഇത് അവിഹിതമായിട്ടുണ്ടായ ഒരു കുഞ്ഞാ. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തലയണ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. നേരെ ചെന്നിച്ച് കുഞ്ഞിൻ്റെ പുറത്ത് ആ തലയണ എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞ്, ഞാൻ കൊണ്ടുപോകണം, എനിക്ക് തന്നെ. അവർക്ക് സന്തോഷം. അങ്ങനെ ആശുപത്രിയിൽ പോയ ഭാര്യയും ഭർത്താവും കൂടെ തിരിച്ചു വരുന്നൊരു ചോരക്കുഞ്ഞുമായി. മറ്റവർ അതിനെ ഒഴിയുകയും ചെയ്തു. ആ കുഞ്ഞുമായിട്ട് അവിടെ വന്ന് അങ്ങനെ അന്ന് മുതൽ ആ വീട്ടിൽ സന്തോഷമാണ്. ആ വീട്ടിലെ ഉത്സവത്തിൻ്റെ അനുഭവം സഭയിൽ വന്നു. സഭക്കാർക്കും സന്തോഷം. പിന്നെ അവൾ വളർന്നു, ഒരു നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെത്തി. ഇതൊക്കെ നമ്മുടെ സഹോദരൻ ഇതൊന്നും എല്ലാം നിങ്ങൾ ഏതാണെന്ന് ചോദിച്ച് ചെയ്യണ്ട. ഇവിടെ കൂടെയുള്ള നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരാളാണ്. അവർ വളർന്നു, ഇന്ന് ഒരു കുടുംബമായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം മനുഷ്യൻ നോക്കി അന്ന് മുതൽ ഇന്ന് വരെ ആ മനുഷ്യൻ പറയുകയാണ്, ഇന്ന് വരെ എനിക്ക് മുട്ടിയിട്ടില്ല. കൂലിപ്പണിക്കാരനാണ്. ധനവാനാണെങ്കിൽ ശരി ആകട്ടെ, ഇതങ്ങനെയല്ല. ഒരു ദിവസം അന്ന് 32 രൂപയോ ഒരു കൂലിപ്പണി ചെയ്യുന്ന മനുഷ്യനാ. ആ മനുഷ്യൻ പറയാണ്, ഇതിന് ശേഷം എനിക്ക് മുട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും മുട്ടിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വളർച്ച പ്രാപിച്ച് ഒരു ജീവിതത്തെ നേടി ഇന്നും സഭയിൽ നിൽക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്,
എല്ലാ മനുഷ്യരും ഇത് ദൈവത്തിനുള്ളതാണോ എന്ന് മനുഷ്യനെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഓർത്തുകൊള്ളണം. സമൂഹത്തിൽ നിന്ന് ദൈവം ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് പിടിച്ച് വേർതിരിക്കുമ്പോൾ ആത്മീയമണ്ഡലങ്ങളിൽ ചോദിക്കും, എന്തിനു ഇവനെ വേർതിരിച്ച്? ഇവന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കും, നീ നോക്ക് അവനെ കൊണ്ട് തെളിയിക്കാൻ നിന്റെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാവോ? തൻ്റെ സ്വന്തം 2 പെൺമക്കളെ, തൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന 2 നിരപരാധികളെ രക്ഷിക്കാൻ, അവര് ഉപദ്രവിക്കപ്പെട്ട് നശിക്കാതിരിക്കാൻ, മരിക്കാതിരിക്കാൻ, സ്വന്തം മക്കളെ 2 പെൺമക്കളെ കൊണ്ടുപോയിക്കോളാൻ പറയാൻ നിന്റെ മക്കളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. കാരണം അത് ദൈവം കണ്ടതാണ്. തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾ ഈ ലോകത്തിലുള്ളത് ദൈവം അറിയും. അതുപോലെ തന്നെ ദൈവസഭയിലായിരുന്നിട്ടും അശേഷം മാറ്റമില്ലാത്ത നിഷ്ഠൂരന്മാരായിട്ട് മുമ്പോട്ട് പോകുന്നവരെയും ദൈവം കാണുന്നു. അതും ദൈവം കാണുന്നു. ശോധന വരുമ്പോൾ, പരിശോധിച്ച് വരുമ്പോൾ, അന്വേഷിച്ച് വരുമ്പോൾ, തെളിവെടുത്ത് വരുമ്പോൾ മനുഷ്യൻ നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തിനുള്ളവൻ എന്ന് ദൈവം തെളിയിക്കും. അതാരായിരുന്നാലും അത് തെളിയിക്കാതെ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഒരു സമയത്ത് കടം കയറിയതോ, രോഗം സൗഖ്യമായതിനോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിട്ടോ, കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനോ തൽക്കാലത്തേക്ക് ഇതിലേക്ക് വരും. അനേകം പേരുടെ ജീവിതം അങ്ങനെയാണ്. സാഹചര്യത്തിൻ്റെ പോരായ്മ കൊണ്ട് ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കർത്താവ് വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെയൊന്നുമില്ല, പ്രമാണമില്ല. ഈ വന്നിരിക്കുന്നതിന് ഇവൻ ഈ ലോകത്തിൽ ഉൾപ്പെട്ടവനല്ല എന്ന് തെളിയിക്കാനുള്ള 3 കാര്യങ്ങളും തെളിയിക്കണം. ഒന്നാമത് മരണഭയം തെളിയിക്കണം. രണ്ടാമത് നിരവധി ദുഃഖം തെളിയിക്കണം. മൂന്നാമതാണ് നന്ദിയുള്ള ഹൃദയം, കടപ്പാടിനോട് നന്ദിയുള്ള ഹൃദയം. എവിടെയെങ്കിലും അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. അനേകം പേർ ഈ ലോകത്തിലുള്ള നന്മകളെ അനുഭവിച്ചു പോകും. പക്ഷേ തൻ്റെ ജനമാണെങ്കിൽ, തൻ്റെ ഒരു പൈതലാണെങ്കിൽ, അവൻ വഴിയെ നടന്നു പോകുമ്പോൾ നല്ല വെയിലാണ്, ഒരു നല്ല വാഗമരം, ആ മരത്തിൻ്റെ ചുവട്ടിലും വെയിൽ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇച്ചിരം കയറുന്നത്, വീണ്ടും കുറച്ചു നേരം കഴിയുമ്പോൾ നടന്നുപോയി. അവൻ്റെ ആയുഷ്കാലം ഒന്നും മറക്കില്ല. എന്ത് കാര്യം? ആ വാഗമരത്തെ മറക്കില്ല. കാരണം എൻ്റെ ഹൃദയം അങ്ങനെയാണ്. അതായത് ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആരോടും സ്നേഹത്തിലല്ലാതെ ഒന്നും കടപ്പെട്ടിരിക്കരുത്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എപ്പോഴും ബാബു എനിക്ക് വലിയൊരു സഹായം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സഹായം എനിക്ക് ചെയ്തു, അത് ഞാൻ മേടിച്ചു, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തന്നിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലത്ത് ഇത് മറക്കില്ല. ഏത്? എനിക്ക് സഹായം ചെയ്തിട്ടുള്ള സഹായം ഞാൻ മറക്കില്ല. എപ്പോഴും ഇതായിരിക്കും. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും അതുണ്ടാകും. അതുകൊണ്ടാണ് ഒരാൾ കർത്തൃത്വം എടുക്കത്തക്കവണ്ണം സഭയിൽ സഹായിക്കാൻ കർത്താവ് സമ്മതിക്കാത്തതുകൊണ്ട്. ഒരാളുടെ നീങ്ങുവാ, നിനക്കത് ഒരു വീട് വെച്ച് തന്നു, ഒരു ജോലി മേടിച്ചു കൊടുത്ത് അവർക്കൊരു ഇത് അങ്ങനെ പോലില്ല. നിങ്ങൾ ചെയ്യുന്നതല്ല ആർക്ക് ചെയ്യുന്നു? കർത്താവിന് ചെയ്യുന്നു. മനുഷ്യർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ നമ്മുടെ ഹൃദയം കൊണ്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവത്തിൻ്റെ ആരാധന കവർന്നെടുക്കുന്നവരായി തീരും. അതുകൊണ്ട് പ്രതിഫലം ഭാവിച്ചുകൊണ്ട് ആരും കടം കൊടുക്കരുത്. പ്രത്യുപകാരം വിചാരിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരും അങ്ങോട്ട് ചെയ്യരുത്. കാരണം ആരാധന ഒരുവന് മാത്രമുള്ളതാണ്, കർത്താവിനുള്ളതാണ്. ഇത് ശത്രുവിന് ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ ശത്രു എന്ത് ചെയ്യുന്നറിയോ? അതുകൊണ്ട് തന്നെ ശത്രു സഭയിൽ എങ്ങനെയും കയറിയിരിക്കണം. വിഷമിക്കുന്നവന്, പ്രയാസത്തിലിരിക്കുന്നവന്,
അവൻ വലിയ പ്രതിസന്ധി നിൽക്കുന്നവന് ദൈവത്തിന്റെ ദൈവഭയം കൂടാതെ സഹായിക്കുകയും ചെയ്യിച്ചു കഴിഞ്ഞാൽ താമസിക്കാതെ ഹൃദയം ആ വ്യക്തിക്ക് കടപ്പെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതിന് ദൈവത്തിന്റെ ആത്മാവ് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും, കാരണം അവർക്ക് പോകാൻ സാധിക്കില്ല. അതാണ് നയമാൻ നിൽക്കുന്നത്. എങ്ങനെയാണ് നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമായി? കുഷ്ഠരോഗം ഇനി 10 പൈസ എനിക്ക് വേണം. 1 രൂപ എലീശ പ്രവാചകൻ മേടിക്കില്ല. എന്തു ചെയ്യും? ഇസ്രായേലിലല്ലാതെ ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്താൽ എന്നിൽ നിന്ന് ഒരു പ്രതിഗ്രഹം മേടിക്കണമെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞു. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ നിന്റെ നിന്നൊന്നും മേടിക്കില്ല. കുടുങ്ങിപ്പോയില്ലേ? ഇവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തയാ, ഞാൻ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഞാൻ പ്രാപിച്ച ഉപകാരത്തിന് ഒത്തവണ്ണം കൊടുക്കാതെ പോയാൽ നയമാന സ്വസ്ഥത ഉണ്ടാവില്ല. ഇത് ആരുടെ പ്രത്യേകതയെന്നറിയാം? ആരെയാ? ദുഷ്ടനാണെങ്കിലോ പൈസ കൊടുക്കണം. കുഷ്ഠരോഗം നോക്കിയാൽ 10 പൈസ വേണമെന്നത് എന്താ സന്തോഷം. എല്ലാവരോടും കൂടി വന്ന വഴി, പക്ഷെ പോയാലും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തീർച്ചയ്ക്ക് നിങ്ങൾ സഹതാപവും സഹോദരപ്രീതിയുമുള്ളവരായിരിക്കണം, സ്നേഹത്തിൽ കടപ്പെട്ടിരിക്കാം. എന്നോട് ഒരാള് എൻ്റെ ആവശ്യ സമയത്ത് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ മറന്നുപോകില്ല. അങ്ങനെ കടപ്പെട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞേക്കും. ഭൗതികമായത് പാടില്ലെന്നോ? അത് വേണ്ടെന്നല്ല, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇവന് പോകാൻ കഴിയുന്നില്ല. പിന്നെ അവൻ ചോദിക്കുക, എന്ത് ചെയ്യണം? അവന് പോകാൻ പറ്റുന്നില്ല. തിരിച്ച് രണ്ടാമത് വന്നു. യജമാനെ, ഞാൻ ഒരു കാര്യം പറയാൻ വന്നു. അവർ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാനിനി യഹോവയ്ക്കല്ലാതെ യാതൊരു കഴിക്കില്ല. ഞാൻ യാതൊരു കഴിക്കില്ല. അവരുടെ തീരുമാനം മനസ്സിലായോ? ഇനിയുള്ള യാഗം ആർക്കാ? ഇനിയുള്ള ആരാധന ആർക്കാ? അതാണ് ദൈവം കണ്ട ആളാണെങ്കിൽ, ചിന്തോ ദൈവം കണ്ട മനുഷ്യനാണെങ്കിൽ ചിന്തയുടെ ആരാധന ആർക്കായിരിക്കും? ചിന്തോ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ആർക്കോ അവൻ ആരാധന. അവൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആർക്കാണോ ഏറ്റവും കൂടുതൽ അവൻ കടപ്പെട്ടിരിക്കുന്ന ആർക്കോ അവൻ ആരാധന പോകും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ മനുഷ്യരും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉപകാരം, അല്ലെങ്കിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ചെയ്തത് ദൈവമല്ലാതെ വേറെ ആരും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഏറ്റവും വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, യഹോവയല്ലാതെ വേറെ ഒരാളെ ഞാൻ ആരാധിക്കില്ല. അതുകൊണ്ട് നീ എനിക്കൊരു ചുമട് മണ്ണ് തരണം. ഞാൻ എൻ്റെ ദേശത്ത് കൊണ്ടുപോയി ആ മണ്ണ് ഇട്ടതിന് ശേഷം അവിടെ ആരാധന കഴിക്കും. ആ മണ്ണിന്റെ മുകളിൽ ദൈവത്തിന്. ജാതികളുടെ ദേശത്ത് എന്തു തുടങ്ങി? ആരാധന തുടങ്ങി. എങ്ങനെ തുടങ്ങി? ഒരുവൻ മുഖാന്തരം. അതാ കർത്താവ് പിന്നെ എടുത്തു പറഞ്ഞു. അന്ന് ആ കുഷ്ഠരോഗികൾ അനവധി ഉണ്ടായിരുന്നു. അരാം ദേശത്തും ഉണ്ടായിരുന്നു, ഇസ്രായേലിലും ഉണ്ടായിരുന്നു. പക്ഷേ എലീശ പ്രവാചകന്റെ അടുത്ത് നിന്ന് സൗഖ്യമായത് നയമാൻ മാത്രമാണ്. അവൻ മുഖാന്തരം ഈ സിറിയയിൽ ആരാധന തുടങ്ങി, അരാമിൽ ആരാധന തുടങ്ങി. കാരണം എന്താ? ലോകത്തിൽ ദൈവസഭ വിശാലതയിലേക്ക് വരണമെങ്കിൽ വേറൊരു മാർഗവുമില്ല, നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായി. ദൈവം ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം ദൈവത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ആര് മനസ്സ് വയ്ക്കുമ്പോൾ അവർ മുഖാന്തരം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആള് വേണമെങ്കിൽ വചനം പറയുന്നത് നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായി. അവിടെയാണ് ആരോട് നന്ദി? ദൈവത്തോട്. ഈ 3 കാര്യങ്ങൾ ദൈവം തെളിയിക്കാം. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? മരണഭയം, നിരപരാധിയുടെ ദുഃഖത്തിൽ ദുഃഖം, പിന്നെ
നന്ദിയുള്ള ഹൃദയം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ കൂടി ദൈവം ഇവര് തനിക്കുള്ളവരാണോ അല്ലയോ എന്നുള്ളത് കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. ഇത് തന്നെ അറിയാം, കല്ലും തെല്ലും തിരിയാതിരിക്കുക. ഇത് രണ്ടും അറിയാം. അങ്ങനെ കർത്താവ് വേർതിരിച്ച് കൊണ്ടുവരുന്ന ജനമാണ് ഇന്ന് ആരാധനയ്ക്കായി കർത്താവിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്നത്. അവരെ കുറിച്ചാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നാളെ കർത്താവ് വരും. കർത്താവ് വരുമ്പോഴേക്കും ഇവര് നഷ്ടപ്പെട്ടു പോകാത്ത ജീവൻ, നശിച്ചു പോകാത്തൊരു ജീവൻ, ഇനി നാളെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നാൽ നഷ്ടപ്പെട്ടു പോകാത്തൊരു ജീവൻ അവർ പ്രാപിച്ചിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. അപ്പൊ ക്രിസ്തു വെളിപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ആരുടെയെല്ലാം ജീവൻ ക്രിസ്തു ആണോ അവർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളവരിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഏതെങ്കിലും പാപം വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുള്ളവർ. ഒന്നോ 7 പ്രാവശ്യം വീണാലും 7 പ്രാവശ്യം വീണാലും നശിച്ചു പോകാത്തൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിലുള്ളവർക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് അവരെന്ത് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തത്. ഏതാ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്? വിശ്വാസത്തിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇന്നുവരെയും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തതിനെ കുറിച്ച് അരുളപ്പാട്. മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? മഴ പെയ്തിട്ടില്ല. ആ ഒരു വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്കാണ് നോഹയോട് പറഞ്ഞത്. മകനെ കൊണ്ടുപോയി യാഗം കഴിച്ചു. അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി യാഗം കഴിച്ച ആ യാഗപീഠത്തിൽ നിന്ന് മകനെ എഴുന്നേൽപ്പിച്ചു തരും. അതിന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അബ്രഹാം എന്ത് ചെയ്തു? ഇതുപോലൊരു കാര്യം ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളുടെ ബുദ്ധി യുക്തിക്ക് അടിസ്ഥാനമല്ലാത്ത ഒരു കാര്യം ഒരിക്കലും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതങ്ങനെ ഒരുപാട് പേർക്കില്ല. ഇത് രഹസ്യമാക്കി വെച്ചിരിക്കും ദൈവം. പെട്ടെന്ന് ആ കാര്യം പറയുമ്പോൾ, നീ ഇന്നത് ചെയ്യാൻ പറയുമ്പോഴേക്കും മനുഷ്യൻ പകച്ചു പോകും. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വാസത്താൽ. മറിയോട് പറഞ്ഞു കാര്യം ശരിയാണ്, ഞാനൊരു പുരുഷനെ അറിയാതിരിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ദൈവാത്മാവ് എടുത്തു പറയുമ്പോൾ മറിയയുടെ ഹൃദയാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദൈവം തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31 മുതൽ